എല്ലാവർക്കും സ്പോട്ടിഫൈ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പിൽ കുറച്ച് റൂൾസുകൾ മാറിയിട്ടുണ്ട്. അപ്പം ഫിഫ കുറച്ച് റൂൾസ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ റൂൾസ് ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ റൂൾ എന്ന് വെച്ചാൽ ഈ കളിക്കളത്തിൽ ഈ പ്ലെയേഴ്സ് ഷർട്ട് വെച്ചിട്ട് ഇങ്ങനെ മറയ്ക്കും, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. പ്ലെയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരെ മോശമായിട്ട് സംസാരിക്കുക, വംശീയമായി അധിക്ഷേപിക്കുക, ഹോമോഫോബിക് കമൻസ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ട അപ്പം തന്നെ റെഡ് കൊടുത്ത് പറഞ്ഞു വിടും. അപ്പോൾ അതൊരു റൂൾ ചേഞ്ചാണ്. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ത്രോയിനില്ലേ, ബോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എതിർ ടീമിനൊരു ത്രോയിൻ അവാർഡ് ചെയ്യും. ആ ത്രോയിൻ ഇങ്ങനെ ത്രോ ചെയ്യും. അപ്പോൾ അത് ഇനി മുതൽ കൗണ്ട് ഡൗൺ ചെയ്യും. റഫറി പുറത്ത് നിന്നിട്ട് കൈ പൊക്കിയിട്ട് 1 2 3 4 5 അങ്ങനെ 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കൈ താഴ്ത്തുന്നതോടുകൂടി ബോൾ അകത്ത് വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ആ ത്രോയിൻ അവാർഡ് ചെയ്ത ടീമല്ലാതെ ഓപ്പോസിറ്റ് ടീമില്ലേ, അവർക്ക് ആ ത്രോയിൻ അവാർഡ് ചെയ്യും. മനസ്സിലായില്ലേ? അതായത് ത്രോയിൻ കറക്റ്റ് 5 സെക്കൻഡിൽ എറിഞ്ഞ് നിർത്തില്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മാറിയിരിക്കേണ്ടി വരും. ഇതേ റൂള് തന്നെയാണ് ഗോൾ കിക്കിനും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സമയം കളയാൻ വേണ്ടിയിട്ട് മച്ചാന്മാർ ഈ ലൈനിൽ നിന്നിട്ടൊരു ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നേക്കണേ. ഗോൾ കിക്കിലും കോർണർ കിക്കാണ് അവാർഡ് ചെയ്യണേ. അപ്പോൾ ഇനി കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ അതെന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് പുതിയ റൂള്. 5 സെക്കൻഡിൽ ഗോൾ കിക്ക് എടുത്തിട്ടില്ലെങ്കിൽ കോർണർ കിക്ക് അവാർഡ് ചെയ്യും. റഫറിയുടെ ഡിസിഷൻ ഒക്കെ വരുമ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യും ആൾക്കാർ, മറ്റേ കളിക്കാർ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോവും. ഭയങ്കര ഹീറോയിസൊക്കെ കാണിച്ചു പോകും. ഇനി കയറിപ്പോകുമ്പോൾ ഈ റെഡ് കാർഡും കൂടെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ കയറിപ്പോയാൽ പിന്നെ തിരിച്ച് വരാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ടീം മൊത്തം പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്, ടീം മൊത്തം റഫറിയുടെ തീരുമാനത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്താൽ അവരുടെ കാല് പിടിച്ചുകൊണ്ടൊന്നും കളിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇനിയില്ല. അവരിനി എന്ത് സ്കോറായാലും 3-0 ഡിഫീറ്റ് ചെയ്തായിട്ട് അവർ കളി ഫോർഫീറ്റ് ചെയ്ത പോലെ, കയറിപ്പോയ ടീം കളി ഫോർഫീറ്റ് ആയ പോലെ വരും. അപ്പോൾ അതാണ് മറ്റൊരു റൂൾ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ പ്ലെയറിൻ്റെ നമ്പർ ഇങ്ങനെ കാണിക്കുമല്ലോ, ഒരു ബോർഡിൽ കാണിക്കുമല്ലോ അസിസ്റ്റൻറ്റ് റഫറി. ആ സമയം തൊട്ട് 10 സെക്കൻഡിനുള്ളിൽ എക്സിറ്റ് ആവണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഗ്രൗണ്ട് മൊത്തം ഓടി എങ്ങനെ എത്തും എന്നൊക്കെ. 10 സെക്കൻഡ് കൊണ്ട്, അതായത് ഏറ്റവും ഏർലി എക്സിറ്റ്, അടുത്തുള്ള ബൗണ്ടറി ലൈനിൽ കൂടെ പുറത്തു പോകുക, എന്നിട്ട് ചായയൊക്കെ കുടിച്ച് പതുക്കെ നടന്നു വന്നാൽ മതി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ 10 സെക്കൻഡിനുള്ള എക്സിറ്റ് ആയില്ലെങ്കിൽ ഈ വരാനുള്ള പകരം സബ്ബായിട്ട് വരുന്ന കളിക്കാരനുണ്ടല്ലോ, അയാൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ. അതായത് 1 മിനിറ്റ് 10 പേരായിട്ട് കളിക്കേണ്ടി വരും. അത് ഭയങ്കര ബേജാറ് പരിപാടിയാണ്. അപ്പോൾ പിന്നെ അത് ഒന്ന് ശ്രദ്ധിച്ചോ. പ്ലെയർ ഇമ്മീഡിയറ്റ് ആയിട്ട് 10 സെക്കൻഡിൽ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. വലിയ ഇഞ്ചുറീസൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. ഇനി അടുത്ത റൂളെന്ന് പറഞ്ഞാൽ ഓഫ് ഫീൽഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ വലിയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിന് പുറത്ത് ഫിസിയോ ഒക്കെ വന്നിട്ട് ട്രീറ്റ് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഓക്കെ, പക്ഷേ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്ലെയറിന് തിരിച്ച് ഗ്രൗണ്ട് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാര്യം ഗോൾ കീപ്പർമാർക്ക് 1 മിനിറ്റ് മാറിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ സെക്കൻഡ് യെല്ലോ ഇനി മുതൽ റിവ്യൂ ചെയ്യും, വാറാണ് റിവ്യൂ ചെയ്യുക. അതേപോലെ തന്നെ ഈ അൺവാണ്ടഡ് ഈ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫൗൾസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ വാർ റിവ്യൂ ചെയ്യും. പിന്നെ വരുന്നത് ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കളി നടക്കുന്നത് നമ്മുടെ USA, കാനഡ, മെജോറിറ്റി അങ്ങനെ ആ ഒരു മേഖലയിലാണ്. സോ അവിടെ ഭയങ്കര ചൂടെന്നൊക്കെ പറഞ്ഞാൽ കളിക്കാർ 90 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിന് കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. അപ്പോൾ അവർക്കൊരു ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ട്. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ് ഉള്ള ഒരു അതിൻ്റെ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഒരു 22 മിനിറ്റ് ആകുമ്പോൾ 3 മിനിറ്റ്സ് ഹൈഡ്രേഷൻ ബ്രേക്ക് കൊടുക്കും. പിന്നെ അവസാനത്തെ റൂള്, ഇനി ഗോൾ കീപ്പറിന് ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ ഗോൾ കീപ്പർ അവിടെ നൈസായിട്ട് ഇഞ്ചുറി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലെയേഴ്സ് കറങ്ങി ഇങ്ങനെ വരും, എവിടെ? മാനേജറിൻ്റെ അടുത്ത്, കോച്ചിൻ്റെ അടുത്ത്. എന്നിട്ട് ഇവർ ടാക്റ്റിക്കലി ഒരു ഡിസ്കഷൻ നടക്കും. അതിന് പറ്റൂല. അങ്ങനെയുള്ള സമയങ്ങളിൽ കോച്ചുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതായത് ഗോൾ കീപ്പറിന് ഇഞ്ചുറി പറ്റിയ എല്ലാ ടീമേറ്റും അടങ്ങി ഒതുങ്ങി നിൽക്കുക, കോച്ചസ് അവിടെ നിൽക്കുക. ടാക്റ്റിക്കൽ ഡിസ്കഷൻ ആ സമയത്ത് സമ്മതിക്കില്ല. ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ
റാഫ് ടോക്സ് എന്ന് പറയുന്ന ചാനലാണ് ഇതിൻ്റെ റെഫറൻസ് എടുത്ത്. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി. ഇനി ഉറക്കമില്ലാത്ത സ്ലീപ്ലെസ് നൈറ്റ്സ് ആശംസിക്കുന്നു. കളി കാണുന്നവർക്കറിയാം ടൈമിംഗ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. നമുക്ക് എങ്ങനെ ഒരു മത്സരം കഴിഞ്ഞ് അടുത്തത് ചിലതൊക്കെ 6 മണിക്കുണ്ട്, ചിലത് 10 മണിക്കുണ്ട്, ചിലത് രാത്രി 7:30-ക്കുണ്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പല ടൈമിങ്ങിലാണ്. സോ നമുക്ക് ഉറങ്ങാതെ കാണാം, പറ്റണ പോലെയൊക്കെ കണ്ട് സംസാരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കോർണർ ഫ്ലാഗിൽ നിന്നും വിജയ് സൈനിങ് ഓഫ്.